ഒരു യുദ്ധം ഉണ്ടായാലും ആ യുദ്ധം അവസാനിച്ചാലും അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾ സംസാരിച്ചാലേ പറ്റൂ. യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ പോലും എംബസികളും നയതന്ത്ര പ്രതിനിധികളും തുടരുകയും അവരുടെ ചർച്ചകൾ അവർ തുടരുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു യുദ്ധം ഉണ്ടായാലും ആ യുദ്ധം അവസാനിച്ചാലും അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾ സംസാരിച്ചാലേ പറ്റുള്ളൂ. റഷ്യ യുക്രൈൻ എടുത്തു നോക്കൂ. റഷ്യ യുക്രൈൻ്റെ യുദ്ധം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇടപെടുന്നു, പുടിൻ ഇടപെടുന്നു, സെലൻസ്കി പോയി കാണുന്നു. ഇതിലൂടെ എല്ലാം നയതന്ത്ര പ്രതിനിധികൾക്ക് ഒരു റോളുണ്ട്. അവരാണ് പിന്നണിയിൽ ഇവർക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും, വീണ്ടും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഗാസ തന്നെ എടുക്കൂ. ഗാസയിലെ ജനങ്ങൾക്ക് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഹമാസിൻ്റെ പ്രതിനിധികൾ ഖത്തറിൽ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ഇടപെടലിലൂടെ ഇസ്രയേലുമായി സംസാരിച്ച് ആദ്യഘട്ട സീസ് ഫയറിൽ വന്നെത്തി. ചിലപ്പോൾ നമ്മളൊരു യുദ്ധം, ഒരു രാജ്യവും മറ്റൊരു രാജ്യവും യുദ്ധം ചെയ്യാൻ ഉള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റ് മറ്റേ രാജ്യത്തിനോട് ചെന്ന് പറയുന്നു, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടങ്ങും. അല്ലെങ്കിൽ നേരെ മറിച്ച് അവർ പറയുന്നു, മിസ്റ്റർ അംബാസിഡർ അല്ലെങ്കിൽ മിസ്റ്റർ എൻവോയ്, നിങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടങ്ങും. അപ്പോൾ ആ ചർച്ച നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്ന് ചർച്ച ചെയ്യുന്ന ആ വ്യക്തിക്ക് ജീവിതത്തിന് അപകടം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി അവിടെ പ്രവേശിക്കുകയും അവിടെ നിന്നും ലഭിച്ച സന്ദേശം അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ തിരിച്ച് സ്വന്തം രാജ്യത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ തലവനോട് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പോൾ അതിനാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ അവിടെ നിന്നും തുടങ്ങി ചരിത്രത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് റിഫൈൻ ചെയ്ത് ഇന്ന് ഒരു 1956 വിയന്ന കൺവെൻഷൻ ഉണ്ട്. ലോകത്തുള്ള എല്ലാ പ്രധാന രാജ്യങ്ങളും കൂടി വന്ന് ചർച്ച ചെയ്ത് ഒപ്പിട്ട ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ഈ വിയന്ന കൺവെൻഷൻ. അതിൽ ഈ ഇമ്മ്യൂണിറ്റീസ് ഓഫ് ഡിപ്ലോമാറ്റ്സ് ആൻഡ് കൺസുലർ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പെർമിറ്റ് ചെയ്യാം, എന്തൊക്കെ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. ഈ വിയന്ന കൺവെൻഷൻ അനുവദിക്കുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഭാഗമാണ് ഒരു എംബസി ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്നും എംബസിയിലേക്ക് വരുന്ന സന്ദേശങ്ങൾ, അത് ആ ഹോസ്റ്റ് ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. അത് പ്രൈവറ്റാണ്, അത് കോൺഫിഡൻഷ്യലാണ്. അതിലേക്ക് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ തുടരാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻസൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ബട്ട് ആദ്യകാലങ്ങളിൽ കത്ത് എഴുതി ഈ കത്തുകൾ ഒരു ഡിപ്ലോമാറ്റിക് ബാഗിലിട്ട് ഈ ഡിപ്ലോമാറ്റിക് ബാഗ് ഫിസിക്കലായിട്ട് ഒരു കൊറിയർ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തുറന്ന് വായിച്ചാണ് ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നത്.